പർപ്പസ് ഡസ് നോട്ട് ജസ്റ്റ് ഗൈഡ് യുവർ ഗോൾസ്, ഇറ്റ് ഗാർഡ്സ് യുവർ സോൾ. പർപ്പസ് എന്നത് വെറും ലക്ഷ്യങ്ങളെ നയിക്കുന്ന ഒരു ടൂൾ മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുന്ന ഒരു പ്രതിരോധ മതിലുമാണ്. ഈ കോട്ടിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് നമ്മുടെ ലൈഫും പർപ്പസിനെ കണ്ടെത്തി പർപ്പസിലായിക്കൊണ്ട് ജീവിതത്തിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ച് വൻ ജീവിത വിജയം കരസ്ഥമാക്കിയ മഹാരഥന്മാരെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിച്ചാലോ. പർപ്പസ് എങ്ങനെയാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു വ്യക്തിപ്രഭാവം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ലക്ഷ്യങ്ങൾക്ക് ശരിയായ ദിശ നൽകുന്നു, അല്ലേ? നമ്മളുടെ ജീവിതം ഒരു തോണിയുമായിട്ട് സങ്കല്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബോട്ടുമായിട്ട് സങ്കല്പിച്ചാൽ, അതിന് ശരിയായൊരു ദിശയില്ലെങ്കിൽ അതൊരിക്കലും ഒരു തീരം അണയാൻ പോകുന്നില്ല. അത് അങ്ങും ഇങ്ങും അലഞ്ഞു തിരിഞ്ഞ് ദിശയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് എന്തും സംഭവിക്കാമെന്നുള്ള നിലക്ക് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും, ആ വെള്ളത്തിൻ്റെ തിരമാലകൾക്കൊക്കെ അനുസരിച്ചിട്ട്, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ഗാർഡ് ചെയ്യുന്ന എന്തുകൊണ്ട്? മൂല്യങ്ങളുടെ ശക്തി കൊണ്ട്. നമുക്ക് നോക്കാം, നമ്മളുടെ ലൈഫിൽ ഒരു വാല്യൂ സിസ്റ്റത്തിലൂടെ അല്ലാതെ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എത്ര അരാജകമായിരിക്കും നമ്മളുടെ ജീവിതം. അതേ സമയത്ത് ഒരു കോർ വാല്യൂ കറക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതം ബെറ്റർ ആൻഡ് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, ഈവൻ അദ്ദേഹം നേടുന്ന ഏണിങ്സ് വരെ ആ ഒരു മൂല്യങ്ങളുടെ ശക്തി കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തതായിരിക്കും. നല്ല മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്നവരെപ്പോഴും നല്ല സമ്പത്തും നല്ല ആദർശങ്ങളും കൊണ്ട് നടക്കാൻ കെൽപ്പുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർത്ഥമുള്ളൊരു ജീവിതം നയിക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയുമെന്നുള്ളതാണ്, അല്ലേ? നമ്മളുടെ ജീവിതത്തിന് ഒരു മീനിങ് ഫുള്ളായിട്ട് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയണം. ഒരു കാര്യം ചെയ്തിട്ട് അതിന് അതിൻ്റേതായൊരു ഫലം, അതല്ലെങ്കിൽ ഒരു മീനിങ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് പിന്നെ അതിലൊക്കെ ഒരു അർത്ഥമുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നുള്ളതാണ്. പിന്നെ ഇത്തരം ആളുകൾ സങ്കടകാലത്തെ ഒരു താങ്ങാണ്. ഇവരുടെ ഈ പർപ്പസിലായിട്ട് നിലനിൽക്കുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വരുന്നതെങ്കിൽ കൂടിയിട്ട് അതിമഹത്തായ ഒരു ആന്തരിക ശക്തി അവരെ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ അവരെ സജ്ജരാക്കുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ജീവിച്ചൊരു മഹാരഥനാണ്. അദ്ദേഹം എന്തെല്ലാം കഠിനമായ മാർഗങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ശാരീരിക ഉപദ്രവങ്ങൾ, അല്ലേ? എല്ലാം സഹിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു പർപ്പസും ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്നത്. ഫലമോ അദ്ദേഹത്തിൻ്റെ ആ പർപ്പസിൽ വിജയം കാണാൻ കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല, അതൊരു രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ വിഭാവനം ചെയ്തത്. മഹാന്മാർ അവരൊക്കെ മരിച്ച് മണ്ണറകളിൽ ആയിട്ട് പോലും നാം ഇന്നും അവരെ ഓർക്കപ്പെടുന്നു, അവരെ പിന്തുടരുന്നു, ഓർമ്മകളിലൂടെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആദർശങ്ങൾ, അവരുടെ ആ രീതികളൊക്കെ ഇന്ന് പലർക്കും പഠനവിധേയവും പ്രചോദനകരവുമായിട്ട് ഇന്നും മുന്നോട്ട് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം. ആയതിനാൽ പർപ്പസ് എന്നത് നമ്മുടെ ഒരു ആന്തരിക ജ്യോതിയാണ്, അല്ലേ? അത് നമ്മെ വഴിതെറ്റാതെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം.